എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറന്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2026 മാർച്ച് 4-5 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ 2026 പ്രധാനപ്പെട്ട ഒരുപാട് എക്സാംസ് നടക്കാനിരിക്കുകയാണ്. അതിൽ തന്നെ 10th മെയിൻസ് എക്സാമുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടവയാണ്. അപ്പോൾ 10th ലെവൽ പ്രിലിംസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഈ പറയുന്ന പ്രിലിംസ് കടന്നാൽ മാത്രമേ മെയിൻസ് എന്ന് പറയുന്ന കടമ്പയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. പോരാ ഞാനിപ്പോൾ ഏജ് ലിമിറ്റ് ഒക്കെ കൂട്ടിയ ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പരീക്ഷകൾ തന്നെ മാക്സിമം എഴുതി ക്ലിയർ ആക്കുക. അപ്പോഴേ കോമ്പറ്റീഷൻ കുറഞ്ഞിരിക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം ഇനിയും കോമ്പറ്റീഷൻസ് കൂടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. സോ അത്തരത്തിൽ 2026 നടക്കാനിരിക്കുന്ന പ്രിലിംസ് പരീക്ഷകൾക്ക് പങ്കെടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലാസിന്റെ ഭാഗമായിട്ട് 200 മണിക്കൂറിലേറെ റെക്കോർഡ് ക്ലാസ്സുകളും ടോപ്പിക് വൈസ് എക്സാമുകളും മോഡൽ എക്സാമുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും SCRT ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ ഒരു 749 എന്ന് പറയുന്ന റേറ്റ്. അപ്പോൾ ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അതായത് കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് നിയമിതനായത് ആര് എന്നുള്ളതാണ്. ഷാജി രാഘവൻ. ആരാണ്? ഷാജി രാഘവനാണ്. ജസ്റ്റ് ഒരു നിയമനം നിലയ്ക്ക് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മൊബൈൽ ആപ്പിന്റെ പേര് ഇതാണ്, ക്യൂ ട്രാക്ക്. എന്താണ്? ക്യൂ ട്രാക്ക് എന്നാണ് മൊബൈൽ ആപ്പിന്റെ പേര്. സോ ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഈ ഒരു ആപ്പ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ട് കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഏതെന്ന് പറയുന്നത് ക്യൂ ട്രാക്ക്. അപ്പോൾ ക്യൂ ട്രാക്ക് എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ആരുടേതാണ്? കൈറ്റ് പുറത്തിറക്കിയതാണ്. ന്റെ പൂർണ്ണരൂപമാണ് എന്തെന്ന് പറയുന്നത്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൈറ്റ് പുറത്തിറക്കിയ ആപ്പ് ആണ് ക്യൂ ട്രാക്ക്. അത് ക്ലിയർ ആണ്. അപ്പൊ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആപ്പ്? അപ്പോൾ ക്യൂ എന്ന് പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്യുക, ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അതായത് ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിരിക്കുന്നത്, അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൂടെ സെറ്റാക്കി വെക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്തത് ഇത്തരത്തിലൊരു മറ്റൊരു കണ്ടെത്തലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് ഗജാസ്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം എന്ത് ചെയ്തിരിക്കുന്നു, ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. അതായത് വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനത്തിന്റെ പേരാണ് എന്തെന്ന് പറയുന്നത്? ഗജാസ്ത്രം. ഇപ്പൊ എന്താ പറഞ്ഞേ? ഗജാസ്ത്രം എന്ന് പറയുന്നത് ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്? ഗജാസ്ത്രം. അപ്പോൾ മെയിൻ ആയിട്ട് തന്നെ ഇപ്പോൾ വന്യമൃഗങ്ങളെ എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രധാനമായിട്ടും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ആനയാണ്. കാരണം ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും കൂടുതലും എന്ത് ചെയ്യുന്നു, ആനയുമായിട്ടുള്ളതാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. സോ അത്തരത്തിൽ ആനയെ മയക്കുവെടി വയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു സംവിധാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു ആന ചികിത്സകനായിട്ടുള്ള ഗിരിദാസ് ആണ്. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ ഇതിന്റെ ഇനാഗുറേഷൻ നിർവഹിച്ചത് നമ്മുടെ നിലവിലെ ഉപരാഷ്ട്രപതിയാണ്, CP രാധാകൃഷ്ണനാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ദെൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺ, നമ്മൾ ഈ ഒരു സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്നത് തമിഴ്നാട് ആസ്ഥാനമായിട്ടുള്ള ഗരുഡ എന്റർപ്രൈസിന്റെ എന്താണ് ഡ്രോൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൂടെ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമുക്കറിയാലോ ഇപ്പോൾ പൊതുവെ പേര് മാറ്റൊരു ട്രെൻഡ് ആണല്ലോ. അപ്പോൾ പാക്യോങ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? പാക്യോങ് എന്ന് പറയുന്ന വിമാനത്താവളത്തിന്റെ പുതിയ പേരെന്താണ്? അപ്പോൾ നമുക്ക് ആദ്യം ഈ വിമാനത്താവളത്തിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് പേരിലേക്ക് വരാം. അപ്പോൾ എന്താണ് ഇവിടെയാണ് ഈ ഒരു പാക്യോങ് വിമാനത്താവളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിക്കിമാണ്. ഈ സിക്കിമിലെ ഏക വിമാനത്താവളമാണ് ഏതെന്ന് പറയുന്നത്? പാക്യോങ് എന്ന് പറയുന്ന വിമാനത്താവളം. കാരണം ഇത് 2018 ഇനാഗുറേറ്റ് ചെയ്തത്. കാരണം അന്ന് എന്താണ് നരേന്ദ്രമോദി ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? 2018 പാക്യോങ് വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ആ വിമാനത്താവളത്തിന്റെ പേര് 2026 മാറ്റിയിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം. ഇതാണ് ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ പറയുന്ന ത്രിലോചൻ പൊക്രേൽ എന്ന് പറയുന്നത്? അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. അതായത് സിക്കിമിലെ തന്നെ ആദ്യത്തെ എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ത്രിലോചൻ പൊക്രേൽ എന്ന് പറയുന്നത്. അതായത് ഗാന്ധി പൊക്രേൽ
പൊക്രേൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. കാരണം മഹാത്മാഗാന്ധിയുടെ ഒരു സഹചാരിയായിരുന്ന അദ്ദേഹത്തിന്റെ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ വിശ്വസിച്ചിരുന്ന നിസ്സഹകരണ പ്രസ്ഥാനം, അതുപോലെ നിയമലംഘന പ്രസ്ഥാനം, കിറ്റ് ഇന്ത്യ പോലുള്ള സമരങ്ങളിൽ സജീവമായിട്ട് പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ആരെന്ന് പറയുന്നത്, ത്രിലോചൻ പൊക്രേൽ എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ത്രിലോചൻ പൊക്രേലിനോടുള്ള ആദര സൂചകമായിട്ട് പാക്യോങ് വിമാനത്താവളത്തിന്റെ പേര് പുനർനാമകരണം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ആ വിമാനത്താവളത്തിന്റെ പേരെന്ന് പറയുന്നത് ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം എന്നാണ്. അത് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ്. കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഇനി നമ്മുടെ അറിവിടത്തെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ. അറിവിടം എന്ന് പറയുന്ന പുസ്തകം ഞങ്ങൾ 4 പുസ്തകങ്ങളുടെ ഒരു സീരീസ് ആയിട്ടാണ് പുറത്തിറക്കിയത്. അതായത് സയൻസിന് വേണ്ടി 2, സോഷ്യലിന് വേണ്ടി 2. ഇപ്പോൾ ഞങ്ങളൊരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിരിക്കുകയാണ്. അതായത് അറിവിടം നിങ്ങൾ ഓൾറെഡി തന്നെ പർച്ചേസ് ചെയ്ത ആൾക്കാരായിരിക്കും, അത് വായിച്ചു നോക്കിയ ആൾക്കാരായിരിക്കും. പക്ഷേ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ തലയിലുണ്ടോ, ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ എന്ന് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രാക്ടീസ് ബുക്ക് ഞങ്ങൾ ഇറക്കിയിരിക്കുന്നു. ഓരോ പാഠത്തിനെയും ബേസ് ചെയ്ത് അതിന്റെ മാക്സിമം ക്വസ്റ്റ്യൻസ്, അതും സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയാണ് ആ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 2500-ലധികം ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള veranda.channelkerala.com ഒക്കെ തന്നെ ലഭ്യമാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം SCRT മാർക്ക് നമുക്ക് ഉറപ്പിക്കണം. അപ്പോൾ അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക. നിലവിൽ ഇപ്പോൾ സോഷ്യലിന്റെ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന മുറയ്ക്ക് നിങ്ങളെ അറിയിക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് വീണ്ടും പേരുമാറ്റമാണ്. അതായത് ഇത്തവണ രാജസ്ഥാനിലെ 3 സ്ഥലങ്ങളുടെ പേരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് രാജസ്ഥാന്റെ മുഖ്യമന്ത്രി ആരാണ്? ഭജൻലാൽ ശർമ്മയാണ് അല്ലെ. അപ്പോൾ രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ് ഈ ഒരു പേരുമാറ്റം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് രാജസ്ഥാനിലെ 3 പ്രധാന സ്ഥലങ്ങളുടെ പേരുകൾ മാറ്റുന്നതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൗണ്ട് അബു അല്ലെ. മൗണ്ട് അബുവിന്റെ പേര് ഇനി മുതൽ എന്തായിരിക്കും? അബുരാജ്. എന്താണ് മൗണ്ട് അബുവിന്റെ പേര്? ഇനി മുതൽ അബുരാജ് എന്നായിരിക്കും. ഇനി അടുത്തത് ജഹാസ്പൂർ. ജഹാസ്പൂരിന്റെ പുതിയ പേരെന്ന് പറയുന്നത് യജ്ഞപൂർ. എന്താണ്? യജ്ഞപൂർ. ജഹാസ്പൂരിന്റെ പുതിയ പേരെന്താ? യജ്ഞപൂർ. അടുത്തത് കമാൻ. കമാന്റെ പുതിയ പേരെന്ന് പറയുന്നത് കാംവൻ. എന്താണ്? കാംവൻ എന്നാണ് എന്തിന്റെ? കമാന്റെ പുതിയ പേര്. സോ രാജസ്ഥാനിലെ 3 സ്ഥലങ്ങൾ എന്തൊക്കെയാ പറഞ്ഞേ? എന്താണ്? കമാൻ, ജഹാസ്പൂർ, മൗണ്ട് അബു. ഇതിന്റെ 3ന്റെയും പേരുകൾ മാറ്റിയിരിക്കുന്നു. അപ്പൊ മാറ്റിയ പേരുകൾ എന്തൊക്കെയാ? അബുരാജ്, യജ്ഞപൂർ, കാംവൻ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിക്കുമല്ലോ. അപ്പോൾ അത് കാര്യമായിട്ട് തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് ഒരു ജീവിയെ കണ്ടെത്തിയതുമായിട്ട്, ശരിക്കും പറഞ്ഞൊരു മത്സ്യത്തെ കണ്ടെത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് അസമിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ തലയോട്ടി ഇല്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യം ഏതാണ്? അപ്പൊ എന്താ പറഞ്ഞേ? അസമിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ തലയോട്ടി ഇല്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യം ഏത് എന്നുള്ളതാണ്. ഗിർചാക് നക്കാന. എന്താണ്? ഗിർചാക് നക്കാന എന്നാണ് അതിന്റെ പേര്. കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ഗിർചാക് നക്കാന എന്ന് പറയുന്ന ഒരു മത്സ്യയിനമാണ്. ഇതിന് എന്താണ് ഈ പറയുന്ന പോലെ തലയോട്ടിയില്ല, പകരം തൊക്കുകൊണ്ടാണ് അതിന്റെ തലച്ചോറ് എന്ത് ചെയ്തിരിക്കുന്നത്? ആവരണം ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൂടെ ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ പ്രോജക്റ്റ് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2022 ഈ പറയുന്ന പ്രോജക്റ്റ് ചീറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. കാര്യം നമ്മൾ ഓൾറെഡി പല തവണ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. ഇന്ത്യയിൽ വംശനാശം സംഭവിച്ച ചീറ്റകളെ എന്ത് ചെയ്യുക? പുനരവതരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രോജക്റ്റ് ചീറ്റ 2022 ആരംഭിച്ചത്. അപ്പോൾ അതിന്റെ ആദ്യഘട്ടമായിട്ട് നമീബിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ 2ാം ഘട്ടം എന്ന നിലയ്ക്ക് എവിടെ നിന്ന്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ചീറ്റകളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്ത കാര്യമാണ്. പക്ഷേ 2025 നമ്മുടെ രാഷ്ട്രപതി ബോട്സ്വാന എന്ന് പറയുന്ന രാജ്യത്ത് ഒരു സന്ദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ ആ സന്ദർശന സമയത്ത് അവിടെ നിന്നും ഇന്ത്യക്ക് ചീറ്റകളെ കൈമാറാം എന്ന് പറയുന്ന ഇന്ത്യയാണ് കൈമാറാം എന്ന് പറയുകയുണ്ടായി. സോ അതിനെ തുടർന്ന് 2026 എന്ത് ചെയ്തിരിക്കുന്നു? ബോട്സ്വാനയിൽ നിന്നുള്ള ചീറ്റകളെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? പ്രോജക്റ്റ് ചീറ്റയുടെ ഭാഗമായിട്ട് 2026 ഇന്ത്യക്ക് ചീറ്റകളെ നൽകിയ രാജ്യം ഏതാണ്? ബോട്സ്വാനയാണ്. അപ്പോൾ നിലവിൽ 3 രാജ്യങ്ങളിൽ നിന്നാണ് ചീറ്റകളെ കൊണ്ടുവന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വയ്ക്കുക. ഈ കൊണ്ടുവരുന്ന ചീറ്റകളെല്ലാം എവിടേക്കാണ് കൊണ്ടുവരുന്നത്? കുനോ നാഷണൽ പാർക്കിലേക്കാണ് കൊണ്ടുവരുന്നത് അല്ലേ. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അപ്പോൾ കുനോ നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ്. അപ്പോൾ അതുകൂടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. അപ്പോൾ പ്രോജക്റ്റ് ചീറ്റ 2022 സ്റ്റാർട്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ഇതുവരെ 3 രാജ്യങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ചീറ്റകളെ എത്തിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളെ ഞങ്ങളൊരു റെക്കോർഡ് കോഴ്സ് പരിചയപ്പെടുത്തുകയാണ്. അതായത് 2026 നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആണ് ബെവ്കോ LDC എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ തവണത്തെ ബോണസ് ഒക്കെ എല്ലാവരും കണ്ടതല്ലേ. 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് ബോണസ് ഒക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു കാലത്ത് നഷ്ടം വരാനും സാധ്യതയില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ബെവ്കോ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ ബെവ്കോ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഈ 10th എക്സാം മെയിൻസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് റെക്കോർഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 1499 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. ദെൻ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് 200 മണിക്കൂറിലേറെയുള്ള റെക്കോർഡ് ക്ലാസ്സുകളും മോഡൽ എക്സാമുകളും സ്റ്റഡി മെറ്റീരിയൽസും ദെൻ ടോപ്പിക് വൈസ് എക്സാമുകളും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ദെൻ അതുപോലെ തന്നെ SCRT ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെന്റർ സപ്പോർട്ട് ഉണ്ട്. സിലബസ് ഫുൾ ആയിട്ട് കവർ ചെയ്യും. സോ ഇതെല്ലാം കൂടി ചേർത്താണ് ഈ പറയുന്ന 1499. ദെൻ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് UN-ഉമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ഐക്യരാഷ്ട്ര സംഘടന രക്ഷാസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രക്ഷാസമിതിയുടെ അധ്യക്ഷയാകുന്ന ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത ആരാണ്? അപ്പൊ എന്താ പറഞ്ഞേ? ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് രക്ഷാസമിതിയുടെ അധ്യക്ഷയാകുന്ന ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത ആര്? അപ്പൊ അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെലാനിയ ട്രംപ് ആണ്. ദെൻ മെലാനിയ ട്രംപ് എന്ന് പറയുന്നത് അറിയാലോ രാജ്യം ഏതാണ്? അമേരിക്കയാണ് അല്ലെ. അപ്പൊ അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 2026 മാർച്ചിൽ ഈ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ട രാജ്യം എന്ന് പറയുന്നത് അമേരിക്കയാണ്. കാരണം ഓരോ സമയത്തും ഓരോ രാജ്യമായിരിക്കും. അപ്പൊ ആ രാജ്യത്തു നിന്നും ആ രാജ്യമായിരിക്കും തീരുമാനിക്കുക ആരായിരിക്കും അതിൽ അധ്യക്ഷയാകുന്നതെന്ന്. അത്തരത്തിൽ ഇപ്പോൾ മാർച്ചിൽ അമേരിക്കയുടെ ടേൺ ആണ്. സോ അമേരിക്ക ഡിസൈഡ് ചെയ്തിരിക്കുന്നു ആര്? മെലാനിയ ട്രംപ് അധ്യക്ഷയാകുമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. സോ അതിന്റെ ബേസിസിലാണ് പറയുന്നത് ഇത്തരത്തിൽ എന്താണ് രക്ഷാസമിതിയുടെ അധ്യക്ഷയാകുന്ന ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത എന്ന് പറയുന്നത് ആരാണ്? മെലാനിയ ട്രംപ് ആണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഗഗൻയാൻ ദൗത്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എന്താ പറഞ്ഞ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണ്? എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊക്കോസ് ദ്വീപിലാണ്. എവിടെയാണ്? കൊക്കോസ് ഐലൻഡിലാണ്. ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ നമുക്ക് ഗഗൻയാൻ എന്ന് പറയുന്ന ദൗത്യത്തെ പറ്റി അറിയാം അല്ലെ. ഈ ഗഗൻയാൻ എന്ന് പറയുന്ന ദൗത്യം എന്ന് പറയുന്നത് മനുഷ്യനെ എന്ത് ചെയ്യുക, മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള നമ്മുടെ ഇന്ത്യയുടെ ദൗത്യമാണ് എന്തെന്ന് പറയുന്നത് ഗഗൻയാൻ. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്ത്യയുടെ മിഷനാണ് മനുഷ്യനെ എന്ത് ചെയ്യുക ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യൻ മിഷനാണ് എന്തെന്ന് പറയുന്നത് ഗഗൻയാൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ട് 2024 ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ കരാറൊക്കെ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷമാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഗഗൻയാൻ ദൗത്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രം ഇവിടെ ഓസ്ട്രേലിയയിലെ കൊക്കോസ് ദ്വീപിൽ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്ഥാപിതമാകാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗഗൻയാൻ പോയിട്ട് റിട്ടേൺ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നിരീക്ഷിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടെ ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ലൊറൈസ് സ്പോർട്സ് അവാർഡുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ലോകത്തിലെ ഏറ്റവും പരമോന്നതമായ ഒരു കായിക പുരസ്കാരം എന്ന് പറയുന്നത് ലൊറൈസ് അവാർഡാണ്. കാരണം ഈ ലൊറൈസ് അവാർഡ് ബാക്കി അവാർഡുകളെ പോലെയല്ല എല്ലാ കായിക മേഖലയെയും ഒരുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? പരിഗണിക്കുന്നുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനെയുള്ള ലൊറൈസ് അവാർഡ് 2026 ലൊറൈസ് അവാർഡ് എന്ത് ചെയ്യാൻ പോവാണ്? പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഏപ്രിലായിരിക്കും പ്രഖ്യാപിക്കുക. സോ അതിന്റെ നോമിനേഷൻസ് ഒക്കെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 2026 ലൊറൈസ് പുരസ്കാരത്തിനായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം എന്ത് ചെയ്തു? നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു. അപ്പോൾ 2026 എന്താണ് ലൊറൈസ് പുരസ്കാരത്തിനായിട്ട് നമ്മുടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ടീം ഓഫ് ദ ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അവാർഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചർച്ച ചെയ്യും. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 2025 ലൊറൈസ് അവാർഡിലും ഇതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്നും ഋഷഭ് പന്ത് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് കം ബാക്ക് ഓഫ് ദി ഇയർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഋഷഭ് പന്ത് നോമിനേറ്റ് ചെയ്യപ്പെട്ടത്. ദെൻ അതിന് മുൻപ് നീരജ് ചോപ്ര ബ്രേക്ക് ത്രൂ ഓഫ് ദി ഇയർ ആയിട്ടും ദെൻ വിനേഷ് ഫോഗട്ട എന്താണ് കം ബാക്ക് ഓഫ് ദി ഇയർ ആയിട്ടും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ദെൻ ലൊറൈസ് അവാർഡ് കിട്ടിയ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതായത് സ്പോർട്ടിംഗ് മൊമെന്റ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ സച്ചിന് ഇതിനു മുൻപ് എന്ത് ചെയ്തിട്ടുണ്ട്? ലൊറൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതിയാവും. ദെൻ ഇവിടെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഇതാണ്. 2026 ലൊറൈസ് പുരസ്കാരത്തിനായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതേ ടീം അല്ലേടാ 2025 ഏകദിന ലോകകപ്പ് നേടിയ അല്ലെ 2025 വനിതാ ഏകദിന ലോകകപ്പ് നേടിയ ടീമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ടീമിന്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഹർമൻപ്രീത് കൗർ ആണ്. ദെൻ ഇവര് എന്താണ് ഇന്ത്യയിൽ വെച്ച് നടന്ന ഈ ഒരു കിരീടം ഉയർത്തി. അതായത് ഇന്ത്യക്ക് കിട്ടുന്ന ആദ്യത്തെ വനിതാ ലോകകപ്പാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു വിയോഗമാണ്. അതായത് 2026 മാർച്ചിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി KP ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഇദ്ദേഹം തുടർച്ചയായിട്ട് 7 തവണ വടകര എന്നുള്ള MP ആയിരുന്നു. ദെൻ അതുപോലെ തന്നെ ഗതാഗതം പോലുള്ള വകുപ്പുകൾ വഹിച്ച കേന്ദ്രമന്ത്രിയായിരുന്നു. അതൊന്ന് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഡിഗ്രി ലെവൽ പ്രിലിംസ് കം മെയിൻസ് റാങ്ക് ഫെയിൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയുമായിട്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യങ്ങളും SCRT ഫാക്ടറുകളും ഒക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും Amazon, Flipkart എന്നിവയിലൊക്കെ ഈ ബുക്ക് അവൈലബിൾ ആണ്. ദെൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തേക്കാം. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, ഒരു നിയമനം, അതായത് ഷാജി രാഘവൻ എന്തായിട്ട് നിയമിതനായിരിക്കുകയാണ്? കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രാലയത്തിന്റെ കീഴിലെ സ്പൈസസ് ബോർഡിന്റെ വൈസ് ചെയർമാനായിട്ട് അദ്ദേഹം നിയമിതനായിരിക്കുകയാണ്. അപ്പോൾ അത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ പേര് ക്യൂ ട്രാക്ക് എന്ന് പറയുന്നതാണ് ആപ്ലിക്കേഷന്റെ പേര്. അപ്പോൾ കൈറ്റ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ കൈറ്റിന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് കൈറ്റിന്റെ പൂർണ്ണരൂപം. ദെൻ എന്തിനു വേണ്ടി പുറത്തിറക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യ പേപ്പറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായിട്ടാണ് കൈറ്റ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത്തരത്തിൽ ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മറ്റൊരു കാര്യം പറഞ്ഞു, ഗജാസ്ത്രം എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്തത്? അതായത് വന്യമൃഗങ്ങളെ മയക്കുവെടി വെക്കുന്നതിനായിട്ട് വികസിപ്പിച്ച ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള സംവിധാനമാണ് എന്തെന്ന് പറയുന്നത്, ഈ ഗജാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോൺ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള സംവിധാനം ആദ്യമായിട്ട് എവിടെയാണ്? കേരളത്തിലാണ് ഡെവലപ്പ് ചെയ്യുന്നത് കേട്ടോ. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പാക്യോങ് വിമാനത്താവളത്തിന്റെ പുതിയ പേര് പറഞ്ഞു. സിക്കിമിലെ വിമാനത്താവളമാണിത്, സിക്കിമിലെ ഏക വിമാനത്താവളമാണ്. അപ്പോൾ അതിന്റെ പുതിയ പേര് ത്രിലോചൻ പൊക്രേൽ വിമാനത്താവളം എന്നാണ്. ഈ ത്രിലോചൻ പൊക്രേൽ എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ് കേട്ടോ. ഗാന്ധിയൻ ആശയങ്ങൾ പിന്തുടർന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് ത്രിലോചൻ പൊക്രേലിനെ എന്താണ് ഗാന്ധി പൊക്രേൽ എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറിയപ്പെടുന്നത്. സോ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അതിനുശേഷം വീണ്ടും പേര് മാറ്റം പറഞ്ഞു. അതായത് രാജസ്ഥാനിലെ 3 സ്ഥലങ്ങളുടെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. മൗണ്ട് അബുവിന്റെ പേര് അബുരാജ, ജഹാസ്പൂരിൻ്റെത് യജ്ഞപൂർ, ദെൻ കമാൻ്റേത് കാംബൻ, ഇങ്ങനെ പേര് മാറ്റി. അപ്പോൾ അതുകൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം ഒരു മീനിനെ ജലമത്സ്യത്തെ കണ്ടെത്തിയ കാര്യം പറഞ്ഞു. അതായത് ഗിർചാക് നക്കാന എന്ന് പറയുന്ന ഒരു ജലമത്സ്യത്തെ കണ്ടെത്തിയതായിട്ട് പറഞ്ഞു. അതായത് അസമിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ തലയോട്ടി ഇല്ലാത്ത പുതിയ ഭൂഗർഭജല മത്സ്യമാണ് എന്തെന്ന് പറയുന്നത്, ഗിർചാക് നക്കാന എന്ന് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ പ്രോജക്റ്റ് ചീറ്റയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. 2022 സ്റ്റാർട്ട് ചെയ്തു. ഇതുവരെ അതായത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത കണ്ടന്റ് കൂടി ചേർത്ത് 3 രാജ്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ചീറ്റകളെ ഇതുവരെ ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. ആദ്യം നമീബിയ, ദെൻ ദക്ഷിണാഫ്രിക്ക. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് 2026 ചീറ്റകളെ ഇന്ത്യക്ക് കൈമാറിയത് ബോട്സ്വാനയാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അതിനുശേഷം മെലനിയ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. അതായത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ രക്ഷാസമിതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു രാജ്യത്തിന്റെ പ്രഥമ വനിത അധ്യക്ഷയാവുകയാണ്. അത് മെലനിയ ട്രംപ് ആണ്. ദെൻ ഈ ഒരു മാർച്ചിലെ രക്ഷാസമിതിയുടെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, അമേരിക്കയ്ക്കാണ് ആ ഒരു ടേൺ എന്ന് പറയുന്നത്. സോ അമേരിക്ക ഡിസൈഡ് ചെയ്യുന്ന ആളാണ് എന്തായിരുന്നത്, അധ്യക്ഷയാവുന്നത്. സോ അത്തരത്തിൽ അമേരിക്ക ഡിസൈഡ് ചെയ്തു. ആരാണ്? മെലനിയ ട്രംപ് ആണ്. അപ്പോൾ അതുകൂടെ നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. എവിടെയാണ്? കൊക്കോസ് ദ്വീപിലാണ്, അത് ഓസ്ട്രേലിയയിലാണ്. ദെൻ അതിനുശേഷം 2026 ലോറസ് പുരസ്കാരത്തിനായിട്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം 2025 വനിതാ ഏകദിന ലോകകപ്പ് നേടിയത് ഇന്ത്യൻ ടീമാണ്. സോ ആ ടീമാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തത് ഒരു വിയോഗമായിരുന്നു. KP ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന മുൻ കേന്ദ്രമന്ത്രി എന്ത് ചെയ്തു, 2026 മാർച്ചിൽ അന്തരിച്ചു. സോ അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നൊവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെ എന്നുള്ളതാണ്. നാഗാലാൻഡ്, അസം, ത്രിപുര, മണിപ്പൂർ. ശരി ഉത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 2025 ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം എത്രയെന്നാണ്. 60, 49, 50, 55. ശരി ഉത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ് എവിടെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്കറിയാം അല്ലേ, ബ്രഹ്മപുരത്താണ്. നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. എറണാകുളത്താണ് ഈ ബ്രഹ്മപുരം എന്ന് പറയുന്നത്. കുറച്ചു കാലം മുമ്പ് ഒരു തീപിടുത്തം ഉണ്ടായത് ഇവിടെ തന്നെയാണ്, ഈ ബ്രഹ്മപുരത്ത് തന്നെയാണ് അല്ലേ. ദെൻ രണ്ടാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്രസഭയുടെ സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ അടുത്തിടെ ഇടം നേടിയ കേരളത്തിലെ മുനിസിപ്പാലിറ്റി ഏതാണ്. ഗുരുവായൂർ, നെടുമങ്ങാട്, ഷൊർണൂർ, വർക്കല. ശരി ഉത്തരം ഏതാണ്, വർക്കല മുനിസിപ്പാലിറ്റി ആണ്. അപ്പോൾ ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മാർച്ച് 4-5 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.